ഹലോ, ഇതാണ് ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. ഒരു ഭാഗത്ത് ശാന്തമായിട്ടൊഴുകുന്ന ബംഗാൾ ഉൾക്കടലും മറുഭാഗത്ത് ചെറിയ തിരകളോട് കൂടിയൊക്കെ ഒഴുകുന്ന നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അതിൻ്റെ നടുക്കുള്ള പ്ലേസാണ് കേട്ടോ ധനുഷ്കോടി. അപ്പോൾ ഈ ഒരു പേര് വന്നെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പണ്ട് രാമായണ കാലത്ത് സീതയെ രാവണൻ്റെ പക്കൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും മോചിപ്പിച്ചെടുത്ത ശ്രീരാമൻ താൻ പണിത പാലം, അതായത് രാമസേതു, തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വില്ലെന്ന് പറഞ്ഞാൽ ധനുഷ്, അതിൻ്റെ അറ്റം കോടി. ആ ഒരു വാക്കിൽ നിന്നാണ് ധനുഷ്കോടി എന്ന സ്ഥലം ഉണ്ടായതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 1964 മുന്നേ വരെ ഒരുപാട് സമ്പന്നമായ ഒരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വാണിജ്യപരമായിട്ട് സമ്പന്നമായ സ്ഥലം കൂടിയായിരുന്നു ഈ ഒരു ധനുഷ്കോടി. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പ്രേത നഗരമായി മാറിയ ഒരു സാഡ് സ്റ്റോറിയും കൂടെ ധനുഷ്കോടിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ധനുഷ്കോടി വരെ റെയിൽവേ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീലങ്കയിലേക്ക് ഇവിടുന്ന് വെറും 30 കിലോമീറ്റർ മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പല ആളുകളും ചെന്നൈയിൽ നിന്നും തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ധനുഷ്കോടി വരെ ട്രെയിനിലെത്തി അവിടുന്ന് പായക്കപ്പലിൽ ശ്രീലങ്കയുടെ തലൈമാനാറിലെത്തി അവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും ജോലിക്ക് പോകുകയും തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സുഗമമായി നടന്നുകൊണ്ടിരിക്കുകയാണ് 1964 ഡിസംബറിൽ ഈ ഒരു ചുഴലിക്കാറ്റ് അടിക്കുകയും അപ്പോൾ ധനുഷ്കോടിയിൽ കൂടെ സഞ്ചരിച്ച ട്രെയിൻ ഈ ചുഴലിക്കാറ്റിൽ അകപ്പെടുകയും അതിലുണ്ടായിരുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളും അങ്ങനെ ഒരുപാട് ആൾക്കാർ, 100-ൽ കൂടുതൽ ആൾക്കാർ മരിക്കുകയും ട്രെയിൻ പാളം പൂർണ്ണമായിട്ടും തകരുകയും ചെയ്തു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ധനുഷ്കോടിയിലുള്ള ഒരുപാട് ആൾക്കാർ ആ ഒരൊറ്റ ദുരന്തത്തിൽ തന്നെ മൺമറഞ്ഞു പോയിട്ടോ. 1000-ൽ കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ധനുഷ്കോടി മൊത്തം തകർത്തെറിഞ്ഞ ഒരു ദുരന്തം കൂടെ ആയിരുന്നു കേട്ടോ അത്. നമ്മളെ വയനാട്ടിൽ മേപ്പാടിയൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഒരു നഗരം പ്രേത നഗരമായിട്ട് മാറിയ ഒരു കഥയാണ് കേട്ടോ. അപ്പം അത് തമിഴ്നാട് സർക്കാർ പ്രേത നഗരമെന്നും അതുമാത്രമല്ല ധനുഷ്കോടിയിൽ ഇനി വാസയോഗ്യമല്ല എന്നും പ്രഖ്യാപിച്ചു കേട്ടോ. അപ്പം അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് പോവുകയും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ആൾക്കാർ അവിടെ വന്ന് മത്സ്യബന്ധനമൊക്കെ തൊഴിലാക്കി ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിഷമമാവും. കാരണം ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു നഗരം ഇങ്ങനെയായിട്ട് മാറിയത്.